ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വേദങ്ങളാലോകനം ചെയ്തു കൊള്ളുവാനായി ബോധമോടാരംഭിച്ചു കൊള്ളണം സാധ്യായ വ്രതധരനായിട്ട് അർപ്പിച്ചു ദേഹം. മേധ്യമാം ബ്രഹ്മാസനസ്ഥിതനായി ഗുരുവിങ്കൽ ഇരുന്നിട്ടെന്നെ ഗുരുവിങ്കലും അഗ്നിയിലും ആത്മാവിങ്കലും സർവഭൂതേഷു അന്തർദശിയും ഏകമായി വാസിച്ചു കൊള്ളുക. ബ്രഹ്മചര്യം ആകായ്മ ചെയ്യും സ്ത്രീകൾ അവരെ ദർശനവും സ്പർശന സല്ലാപ സന്തോഷാദി ത്യജിക്കേണം. മിഥുനഭൂതരാജന്തുക്കളെ പൂർവം ത്രത്വ ഇച്ഛാഭക്ഷണ വാർത്ത വർജിച്ചിടുക വേണം. ശൗചാമാർച്ചമനവും സ്നാനം സന്ധ്യോപാസനം ആർജവം എന്റെ തീർത്ഥസേവനം ജപമതും സർവവും യുദ്ധമായി സർവഭൂതങ്ങളിലും സർവദാ മത്ഭാവിതനായിട്ട് മനോവാക്കുകയങ്ങളടക്കിയിട്ടു ബ്രഹ്മചര്യത്തെ ധൃതനായ രാവണൻ അഗ്നി പോലെ ഉജ്ജ്വലനായി ഭക്തനായി തീവ്ര തപസാൽ അഹമൊക്കെ ദഹിപ്പിച്ചാവശ്യമായുള്ള വേദാദി സർവം ഗ്രഹിച്ചു ഗുരുവിനെ വേണ്ടൻ ദക്ഷിണ ചേരശികാമോദജ്ഞയാ പത്നീവനെ പുനരാശുപൂർണകം പൂക്കുകൊള്ളണം ദ്വിജോത്തമൻ. ആശ്രമം വിട്ടു മറ്റൊരാശ്രമം ക്രമത്താലെ ആശ്രയിക്കേണം. ക്രമം വിട്ടു പോകരുതെന്നും ആശ്രമം വിട്ടു മറ്റൊരാശ്രമം ഗമിക്കവേ ആശ്രയം പരന്മാരിലുണ്ടായിട്ടിരിക്കണം. ആശ്രമാർത്തിയാൽ വയോ വർണ്ണതുല്യതയായി സശ്രീയായിരിക്കുന്ന ഭാര്യയെ പേൽക്കാം. പിന്നെ വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പിന്നെ യാഗം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാമല്ലോ. ദാനം ചെയ്യുകയും ദാനം മുത്തവരോട് വാങ്ങാം. 100 6 കർമ്മങ്ങൾ ബ്രാഹ്മണർക്കും ദാനം വാങ്ങുമ്പോൾ ശുഭം വരുവാൻ അനുഗ്രഹം ദാനം ചെയ്തിടാം. തപ തേജസ യശസ്സുകൾ ഇങ്ങനെ അന്യങ്ങളാ ജീവിത കർമ്മങ്ങളാൽ നന്നായി ദോഷശാന്തി വന്നിടുമെല്ലാവർക്കും. ബ്രാഹ്മണ തേജസ്സിങ്കൽ ക്ഷുദ്രകാമങ്ങളൊന്നും ബ്രഹ്മ തേജസ്സി കാക്ഷിച്ചിടുകയില്ല താനും. മന്ത്രോപാസന തപോവ്രതങ്ങൾ അതിനാലും അന്തമില്ലാതെ സുഖവാൻ ചെയ്യാനും അച്ഛവൃത്യ സന്തുഷ്ട ചിത്തത്തോടും ധർമ്മത്തെ ഹനിക്കാതെ അന്തണൻ തന്റെ ആത്മഗൃഹപുത്രാദി സർവം ബ്രഹ്മമാമെങ്കിൽ അർപ്പിച്ചീശ്വര പ്രപഞ്ചത്തിൽ ശക്തനല്ലാതിരുന്നാൽ ശാന്തിയെ പ്രാപിക്കുന്നു. ഇത്തരമല്ല സംസാരത്തിൽ നിന്നുണ്ടാകുന്ന സന്താപനിൽ നിന്നൻപോട് വേറിട്ടിടും മൽപരായണനായിടുന്നവൻ ക്ഷണം കൊണ്ടു ആ പദാംബുതി കടന്ന് ആനന്ദം പ്രാപിച്ചിടും. കീഴ്മേൽ മറിഞ്ഞുഗ്രജന്തു വിരുദ്ധിതം വൻതിരാർണവത്തിങ്കൽ കപ്പലെന്നത് പോലെ സജ്ജന സൽക്കർമ്മത്തിൻ പ്രഭാവ്യാപ്യം കൊണ്ടു ദുർജന ക്ഷുദ്രകർമ്മം അവർക്കും മാരണമായി ഭവിച്ചു. ദുർമാർഗികൾ തന്നെയും വിരോധിച്ചു നശിപ്പിച്ചുളവായോടത്തതു ഒടുങ്ങിയിടും സർവ സന്മാർഗത്തോടെ ക്ഷത്രിയൻ സമബുദ്ധ്യ
ഉർവീയും അതിലുള്ള പ്രജകൾ തങ്ങളെയും എത്രയും വ്യസനേനതാതൻ എന്നതുപോലെ ഉത്തമധീരൻ ആത്മാവതെങ്കിൽ ആത്മാവിനെ രക്ഷിക്കുന്നത് പോലെ ഗജങ്ങൾ തന്നെ പതിരക്ഷിക്കുന്നത് പോലെ ഭൂപതി രക്ഷിക്കേണം. ധീരനാ നൃപതിക്ക് കരുണയില്ലെന്നാകിൽ പാരിലേ പ്രജമൂലം വ്യസനമുണ്ടായി വരും. ധർമ്മത്തിൻ ബലം കൊണ്ട് വൈരിയെ ജയിക്കണം. സാമധാനാധിഭേദ നീതിജ്ഞനാക വേണം. ഇത്തരം നിരവധി സൽക്കർമ്മ ബലത്തിനാൽ എത്രയും തേജോമയമാകിയ വിമാനേന ആർക്ക തേജസാ ജഗത്തൊക്കെ ശോഭിക്കും പോലെ ദിക്കുകൾ നൃപ തേജസ്സതിനാൽ ശോഭിച്ചിട്ടു ദോഷങ്ങൾ നശിപ്പിച്ചിട്ട് ഇന്ദ്രസന്നിഭനായി ദോഷത്താൽ ലോകത്തിങ്കൽ വർണ്ണധർമ്മങ്ങൾ വിനാ വിപ്രശുദ്രന്മാർ വൈശ്യവൃത്തിയാചരിയാതെ വിപ്രന്മാർ മൃഗയായെന്നൊന്നുമേ ചെയ്തിടാതെ വൈശ്യവൃത്തിയെ നൃപക്ഷത്രിയന്മാർ ചെയ്തിടാതെ നിശ്ചലമാകും വർണ്ണം രക്ഷിക്ക ക്ഷത്രധർമ്മം. തനിക്ക് ദോഷമെന്നീ രാജാവും ശിക്ഷിക്കില്ല. തനിയെ തന്നാൽ തന്നെ രാജ്യദോഷവും വരും. കൃഷിയും ഗോരക്ഷയും വാണിഭം ഇവ മൂന്നും അശുഭമണയാതെ ചെയ്യണം വൈശ്യൻ താനും. വേദാധ്യായന മന്ത്രം ഇവകൾ കൂടാതെ കണ്ടാതരാൽ ദേവപിതൃഭൂദേവാദികളെയും കേവലം എൻ്റെ രൂപമായുടൻ ധ്യാനിച്ചിട്ടു കേവലം യജിക്കേണം വൈശ്യൻ എന്നറിഞ്ഞാലും. വൈശ്യങ്കൽ നിന്ന് വൃത്തിക്കായിക്കൊണ്ട് ശുദ്രൻ താനും വിശ്വാസബുദ്ധ്യ കൃഷിയാദിയും ചെയ്തുകൊണ്ട് തത്രിച്ച ലാഭതുഷ്ട്യ കൈതവഹീനനായിട്ട് ആർജിച്ചുണ്ടാക്കിയിടുന്ന ധനധാന്യാദി കൊണ്ടും പീഡയന്യർക്ക് ഏൽക്കാതെ എന്നെയാർ യജിക്കുന്നതീ പീഡിതന്നവൻ തന്നെ. പ്രഭുവാം ഞാനെന്നോർത്തു സേവിച്ചു ബ്രാഹ്മണർക്ക് ശുശ്രൂഷാദികൾ ചെയ്തു കേവലം ഭക്തനായി കുടുംബബന്ധം വിട്ടു ആപത്തു സത്തുക്കൾ ഗുണദോഷങ്ങൾ ദൃശ്യം ഏവം കാണുന്നതല്ല നശ്വരം നർത്തകം. ഏവമോർത്തോരോന്ന് കാണുന്ന കണ്ടീലെന്ന ചിത്തഭാവേന പുത്രധാരാദി സംബന്ധങ്ങൾ ചിത്തത്തിൽ പെരുവഴി പോക്കർ സംബന്ധം പോലെ ചിന്തിച്ചു ദേഹാദികൾ സ്വപ്നം പോലെ നീ കണ്ടു. അതിഥി പോലെ വാണു സംസാരം സർവം സ്വപ്ന സദൃശ്യമെന്നുറച്ചു. മാർക്കവേശ്മങ്ങൾ തന്നിൽ വസിക്കും പോലെ ഗൃഹേ മൽഭക്തിയോടും കൂടി വസിക്കാം. ശൂദ്രൻ തനിക്കെന്നറിഞ്ഞീട വേണം. മന്ത്രമുച്ചരിയാതെ തന്ത്രത്താൽ പിതൃകർമ്മം അന്തരാത്മനി ഭക്ത്യ ചെയ്തിടാം ശൂദ്രനെടോ. നിരഹങ്കാരിയായി നിർമ്മമനായി ബന്ധം ഒരു നേരവും പറ്റിയിടാതെ കർമ്മങ്ങൾ തന്നിൽ സക്തരായിരുന്നാലും ഗൃഹസ്ഥാശ്രമിയെല്ലാം ഭക്തിമാനായിട്ടിരുന്നീടണമെന്നീ അർത്ഥം. നാലു ജാതിക്കും വേണ്ടും ഗൃഹസ്ഥാശ്രമം ചൊല്ലി മേലാ വിപ്രാതിക്കിനി വേണ്ടും ആശ്രമം ചൊല്ല. സന്തതിയുണ്ടായി വന്നാലപ്പോഴേ പുറപ്പെട്ടു സന്താപനാശനാർത്ഥം തീർത്ഥസ്നാനാടനവും ചെയ്താരണ്യവും പോക്കു താപസമേക്ഷത്തോടും കൈതവുമെന്നീ വാനപ്രസ്ഥനായി വസിച്ചിട്ടു സന്യാസാശ്രമം അവലംബിച്ചു സത്യധർമ്മം ഒന്നുമേ പിഴയാതെ ബ്രഹ്മജ്ഞാനവും വന്നു തന്നെ വിവേകത്താൽ മോക്ഷത്തെ സാധിച്ചിടാമെന്നത് ഗൃഹസ്ഥനു ധർമ്മമെന്നറിഞ്ഞാലും ഇത്തരമല്ലാതെ കണ്ടുള്ള ഒരു ജനമല്ല ചിത്തത്തിൽ ഗൃഹാസക്തമതിയേഷണത്താൽ ആതുരനായിട്ടല്ലൽ ബുദ്ധിയാൽ മൂഢനായി ചേതസിലെന്റെ എന്നും എനിക്കുള്ള ബന്ധാൽ കഷ്ടമൻ മാതാപിതാവൃത്തരാമെന്നും പിന്നെ ഇഷ്ടയാ ഭാര്യബാല
പുത്രന്മാർ ബാലരെന്നും ഞാനല്ലാതിവർക്കാരും ഉറ്റവരില്ല. മമ പ്രാണാന്തം വന്നാൽ ഇവരെയൊക്കെയും അനാഥരാം. ഇത്തരം വിചാരിച്ചിട്ട് ഏറ്റവും ദുഃഖികളായി ചിത്തതാപേന ജീവിക്കുന്നത് മൂഢരെല്ലാം ഈ വണ്ണം ഗൃഹാശയാചിത്തനായി മൂഢഹൃത്തായി ഭോഗങ്ങൾ തന്നിൽ തൃപ്തി വന്നിടാതതുകളെ നായനായി താമസാന്തകാലത്തെ പ്രാപിക്കുന്നു. മാനസേ മദ്ഭക്തിയ ധർമ്മത്തെ വിട്ടുമൂടൻ ബ്രഹ്മധ്യാനത്തെ സിദ്ധിച്ചു. തമ മോക്ഷസിദ്ധി വന്നു കൂടുവാൻ വന്നാശ്രമങ്ങളെ നീയർത്ഥം കേട്ടാലും വാനപ്രസ്ഥാരംഭത്തിനായിക്കൊണ്ടു വാട്ടമെന്നിയേ വിപ്രൻ പുത്രങ്ങൾ ഭാര്യ തന്നെ മദ്ഭാരമേൽപ്പിച്ചു. പിന്നെ തപസ വാണിയിടിലോ നാരിയും താനും കൂടി വനവാസവും ചെയ്യാം. ശാന്തചിത്തനായി യോഗധാരണയുന്മനായിട്ട് അന്തരമെന്നിയേ വന്യഭോജനങ്ങളാ ഗന്ധമൂലങ്ങൾ ഫലമെന്നിവ കൊണ്ട് നന്നായി സന്ദേഹമെന്നി തന്റെ വൃത്തിയും രക്ഷിക്കണം. വൽക്കലാതൃണ പർണാദ്യാജിനാംബരമായും തൽക്കാലം ഇവകളിൽ വാസവും ചെയ്തുകൊണ്ടു കേശവും നഖരൂപം ഒന്നുമീ കളയാതെ മീശയും നീട്ടിജടാധരനായി ശോഭിക്കണം. സംസാരം അതുമേറ്റം ചെയ്യാതെ ജലസ്നാനം അഞ്ചാതി നീരിൽ മുങ്ങിക്കുളിക്ക വേണന്താനും. 3 കാലത്തും നിലമെഴുകി നിലമതിൽ സന്ദേഹമെന്നീ ശയിച്ചിടുക വേണം താനും. ഗ്രീഷ്മകാലത്ത് നന്നായി പഞ്ചാഗ്നി മധ്യത്തിലും വർഷത്തിൽ മഴയേറ്റും വർഷകാലവും പോയാൽ ശിശിരകാലെ കഴുത്തോളം വെള്ളത്തിൽ നിന്നും നിശ്ചലമാനസനായി തപസ് ചെയ്തിടേണം. അഗ്നിപക്വവും കാലപക്വവും സമശ്നുയാൽ വിഗ്രമെന്നിയേ ശമകൂടെ വാപ്യൂലുകളെ വിദ്രുതം ദന്തോനാഭി ചൂർണിക്കാവൃദ്ധിദ്രവ്യം തന്നുടെ വൃത്തികളെല്ലാം താൻ തന്നെ ആർജിച്ചുടൻ ദേശകാലാദികളെ തന്നെയും വഴിപോൽ തന്നാശയറിഞ്ഞന്യദാകൃതം നാദതീത അന്യമാം സർവത്തെയും ഒഴിച്ചു നിന്നും കണ്ടും പിന്നെ വന്യങ്ങൾ പുരോടാശങ്ങളാലും നിജകാലത്തെ കഴിച്ചത്ര ശ്രുതിമാർഗങ്ങൾ പോലെ ആലസ്യമെന്നെ പശു കൊണ്ടുമാം യജിക്കല. വാനപ്രസ്ഥനാം അവൻ അഗ്നിഗോത്രവും പൂർണമാസവും പൂർവം പോലെ ചതുർമാസ്യവും വേണം. ഈ വണ്ണം തപസ്സോടും വാനപ്രസ്ഥാനാം മുനി കേവലം തപോമയനാം എന്നെ ആരാധിച്ചു സാനന്ദം ഋഷിലോകം പ്രാപിച്ചിടുന്നു താനും. വാനപ്രസ്ഥത്തിൽ നിന്ന് മോഹത്തെ ത്യജിച്ചിട്ടു സന്യാസത്തെയും ചെയ്ത് മുക്തിയിൽ ലഭിച്ചിടാം. യാതൊരു തത്വങ്ങളെ ചിന്തിച്ചു പണിപ്പെട്ടു ശാന്തനായി മുക്തനാകുന്നു മുനി. അജ്ഞാന കാമാദികളാൽ എയും നസ്തഭേദ വിജ്ഞാനമെന്നീ ഗർഭവാസാദിപ്രേത പ്രമാൽ പീതനായ ആത്മാവിങ്കൽ ആധ്യാത്മികാദിയായ ആദവാഗ്നിയെ സമമാരോപിപ്പിച്ച ആത്മാവിനെ തപസേ തപിപ്പിച്ചെന്നെ ചിന്തിച്ച് അഗ്നിയിൽ ആവേശിച്ചു. തപസീ ലോകകർമ്മബന്ധ പാശാദികളാൽ വൈരാഗ്യം വഴി പോലെ സംഭവിച്ചിടുന്നാകിൽ പെരിയ വ്രതം വാഗ്നിയാകാദി കർമ്മങ്ങളും ത്യജിച്ചു തത്വം നസി വാക്യവിജ്ഞാനം ധരിച്ച് ജിച്ചിട്ടിരിക്കുന്ന മത്സ്വരൂപനാങ്കുരം ഭജിച്ചു. തത്വമസി വാക്യാർത്ഥ വിജ്ഞാനത്തെ നയത്തോടറിഞ്ഞു സാക്ഷിത്വബോധസ്ഥനായിട്ട് അഗ്നിയെ തൽ പ്രാണങ്കലാൽ
ആവേശിച്ചുടൻ പിന്നെ വിഘ്നമെന്നിയെ നിരപേക്ഷനായുള്ള വിപ്രൻ സന്യാസം ചെയ്തു ദേവതാരാധി നാരികളാൽ സന്യാസത്തിനു വിഘ്നം കൂടാതെ ഇരിപ്പാനായി കവിനാച്ചതാനാദിദണ്ഡം പാത്രങ്ങൾ മറ്റും സർവസാധനങ്ങളും ആപത്തൊന്നുപേക്ഷിച്ചു. കണ്ണാകും ജ്ഞാനം ബുദ്ധിയിങ്കൽ വച്ചിട്ട് നോക്കി കണ്ണിനു ശുദ്ധം തോന്നുന്നിടത്ത് പാദം വച്ചും ശുദ്ധമാം ജലപാനം സത്യശുദ്ധമാം വാക്കം ശുദ്ധമായുള്ളതിനെ ആചരിക്കുകയും വേണം. അനീക മൗനം പ്രാണായാമങ്ങൾ ത്രിദണ്ഡങ്ങൾ താനെന്നും ദേഹബുദ്ധി വാക്കുകൾക്കുണ്ടാകണം. വചന സംഗീത വീണാവാദ്യ ശൃംഗാരേച്ച ഉചിത താളകരണ ത്രയജിതനായി ഭേദമെന്നിയെ പിഷു 4 വർണ്ണങ്ങളിലും മോദേന തുല്യഭാവാൽ ഭിക്ഷയെ എടുക്കണം. നിന്റെയും അരുതല്ലോ തന്നെ ആത്മാവിനെ തന്നെ എന്നിയൊന്നും കാണാനില്ലെന്ന ഭാവാൻ എതിർച്ചാലാപത്തിങ്കൽ തുഷ്ടനായി മുനീഗ്രാമാൽ പുറത്തു പോന്നുമല്ല ജലസ്ഥാനവും പൂക്കു അവിടെ വച്ചു ഭിക്ഷ കിട്ടിയതല്ല ഭുക്ത്വാ അതിഥിയുണ്ടാകിലോ നൽകണം അവർക്കായും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ